കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ യുവതി മരിച്ചു. കോട്ടവട്ടം സ്വദേശിനി അശ്വതിയാണ് മരിച്ചത്. യുവതിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച ബന്ധുക്കൾ. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ. അവർക്ക് സഡേഷൻ കൊടുത്തെന്ന് പറഞ്ഞ് ഛർദിലുമായിട്ട് വന്ന ഒരാൾക്ക് എന്തിനാ സഡേഷൻ കൊടുക്കുന്നത് അത് പറ. വന്നിട്ട് അവിടുത്തെ ഒരു ചെറുക്കൻ നേഴ്സ് വന്നിട്ട് ബ്ലഡ് എടുക്കാനായിട്ട് എനിക്കൊന്നൊരു 10 വന്നോണ്ട് തൊട്ട് അവൻ തന്നെ കുത്തിയത്. എന്നിട്ട് വേഗം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. CT ഞാൻ 2 നേരം കൊടുത്ത CT എല്ലാം നോർമലാണ്, വേറെ ഒരു പ്രശ്നവും ഇല്ല ആൾക്ക്. എന്നിട്ട് പറഞ്ഞു ഇവിടെ പ്രശ്നമാണെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഡോക്ടർമാരെ പിന്നെ അങ്ങോട്ട് വന്നതേ ഇല്ല. പിന്നെ അവിടുന്ന് വേറെ ഡോക്ടർ ഓടി വന്ന് നേരെ ഇവരെ കൊണ്ട് കുറച്ചു നേരം അവിടെ എന്തൊക്കെ ചെയ്തിട്ട് നേരെ എന്നിട്ട് ICUലോട്ട് കൊണ്ടുപോയി. അവൻ ചോദിച്ചു എന്നിട്ട് ചുണ്ടൊക്കെ എന്താ കറക്കുന്നതെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. എന്നിട്ട് നാക്കും കടിച്ചിരിക്കുവാണ്. ഇവരെല്ലാം പറയും ഇവര് വലിയ ലാഭത്തോടെ നമ്മളിപ്പോ പനിയായിട്ട് ഒരാളെ സാധാ ഒരു തലവേദന പനിയായിട്ട് വന്നത് അതേപോലെയാണ് കെയർ ചെയ്തത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. ലിജോ, എന്താണ് ഉണ്ടായത്? കുടുംബം എന്താണ് ആരോപിക്കുന്നത്? ഒപ്പം ആശുപത്രി നൽകുന്ന വിശദീകരണം എന്താ? അനീഷ, ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടെയാണ് അശ്വതിയെ ഛർദിയും തലകറക്കവും ഉണ്ടായതിനെ തുടർന്ന് ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകുകയും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ICUലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചത്. കുടുംബം പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, എന്തിനാണ് ഇത്തരത്തിൽ ഛർദിയും തലകറക്കവുമായി വന്ന ആളിന് സെഡേഷൻ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയത്? എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രോഗം നിർണ്ണയിക്കാൻ, അതായത് കൃത്യമായ മരുന്ന് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല തുടങ്ങിയ പരാതികളാണ് നൽകുന്നത്. ഈ രക്തം എടുക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ പലതവണ കുത്തി, അപ്പോഴും രക്തം ലഭിക്കുന്നുണ്ടായിരുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. ഡോക്ടർമാരുടെ ഭാഗത്തൊരു നിസ്സംഗത ഉണ്ടായി എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത്. പക്ഷെ ആശുപത്രി പറയുന്നതാണ്, ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വേണ്ടുന്ന ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. രോഗം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ആശുപത്രി സൂപ്രണ്ട് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരണം അറിയിച്ചതിന് പിന്നാലെ ഏകദേശം 7 മണിയോടുകൂടെ ബന്ധുക്കൾ ആശുപത്രിയിൽ ബഹളം വയ്ക്കുകയും പുനലൂർ പോലീസ് എത്തിയാണ് ആ സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. നാളെ ഈ പോലീസ് സർജന്റെ നേതൃത്വത്തിലുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും അദ്ദേഹം കുടുംബത്തിന് വിട്ടു നൽകുക. ശരി, ലിജോ ആണ് വിവരങ്ങൾ നൽകിയത്.